അനീഷിനെതിരെ വീട്ടുകാരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. കയ്യിലിരിപ്പ് അനീഷിന്റെ തന്നെയാണ്. ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം സുപ്രഭാതം പറയണം. ഒരാൾക്ക് വേണ്ടി ബാക്കി 17 പേര് അല്ലെങ്കിൽ 18 പേര് നിയമങ്ങൾ മാറ്റണം. ഇത്രയും നാളെ ശീലിച്ചു വന്നതെന്ന് ഇവിടെ പറ്റത്തില്ല. ഇവിടെ ഇംഗ്ലീഷ് ഒരു വേർഡ് പോലും ഉച്ചരിക്കാൻ പറ്റത്തില്ല എന്നൊരു സാധനം അനീഷ് രാവിലെ എടുത്തിടുന്നുണ്ട്. ഇന്നലെ പറഞ്ഞ അതേ സാധനം, ഇന്നലെ തുടങ്ങിയത് ഒരു മലയാളത്തിന്റെ ഇഷ്യൂ ആ, മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഇന്നലെ വഴക്ക് തുടങ്ങി വെച്ചത്. ഇന്ന് അനീഷ് പറയുന്നത് ഈ പറയുന്ന മലയാളത്തിലെ സുപ്രഭാതം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, ഗുഡ് മോർണിംഗ് പറയാൻ പാടില്ല. ഗുഡ് മോർണിംഗ് പറയാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല. വെറുതെ വിടോ വീട്ടുകാരെ, എല്ലാവരും ഗുഡ് മോർണിംഗ് പറയും. എല്ലാവരും കൂടി എടുത്തിട്ട് അനീഷിനെ അങ്ങ് അലക്കി. അനീഷിന്റെ സ്വഭാവം ഭയങ്കര നെഗറ്റീവ് ആണ് കേട്ടോ, ഭയങ്കര നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അനീഷ് കാണിക്കുന്ന ഈ നെഗറ്റിവിറ്റിയിലൂടെ രാജാവാകുന്ന ആൾക്കാരും ഉണ്ട്. ലൈവിനകത്ത് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇന്നലെ രാത്രി ഒരു 12 മണി മുതൽ രാവിലെ 9 മണി വരെയുള്ള ലൈവാണ് പറയുന്നത്. ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്, ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പൊ ഇന്നലെ രാത്രി ഈ പറയുന്നത് പോലെയല്ല, അപ്പാനി എല്ലാവരുടെ അടുത്ത് വരുന്നിട്ട് അനീഷിനെ പൂട്ടണം എന്നുള്ളൊരു സാധനം എല്ലാവരുടെയും മുന്നിലോട്ട് ഇട്ടും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷറി എടുക്കുന്ന സാധനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നോർമലി അവിടെ നടക്കുന്നത്. പിന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ പല പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, തീർന്നു. നേരത്തെ തന്നെ ഇന്നലെ എല്ലാവരും പോയി ഉറങ്ങി. വലിയ രീതിയിലൊന്നും ആരും വിഷയമൊന്നും ഉണ്ടായിക്കൊണ്ട് നിന്നില്ല. ഓക്കെ, ഇന്ന് രാവിലെ 7 മണിയായപ്പോൾ എല്ലാവരും നൈസായിട്ട് എഴുന്നേറ്റ് വന്നു. ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ അനീഷിൻ്റെ അടുത്ത് ഓരോരുത്തരും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അനീഷ് മിണ്ടുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് നേരെ വാഷ്റൂമിൽ വന്നിട്ട് ആദിലയുണ്ട്, നൂറയുണ്ട്, അനുമോളുണ്ട്, ഇവരൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട്, മിക്കുള്ളവരും ഉണ്ട്. സുപ്രഭാതം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ബിന്നിയുണ്ട്. സുപ്രഭാതം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ, സുപ്രഭാതം എന്നേ പറയാൻ പാടുള്ളൂ, നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്ന് പറയരുത് എന്ന് പറയുന്നു. നൂറ വിടൂല, പിന്നാലെ നടന്ന് എന്താണോ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷ്. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഈ ലൈവ് ലൂപ്പ് വരും പോലെ തോന്നും സത്യം. കാരണം അനീഷ് പറയുന്ന കാര്യങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അനീഷ് പറയുന്ന സംഭവം തെറ്റാണെങ്കിൽ അനീഷിന് സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ അനീഷ് പറയുന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത കൊടുക്കുക. ഇതെന്തെങ്കിലും ഇഷ്യൂ അവിടെ ആയിക്കഴിഞ്ഞാൽ അനീഷ് പിന്നെ അരമണിക്കൂർ സൈലന്റുമാണ്, വീട് മൊത്തം ചുറ്റി നടക്കും. ചുറ്റി നടക്കുമ്പോൾ നമുക്ക് ഈ ലൈവ് കാണുന്നവർക്ക് തന്നെ തല കറങ്ങും. കാരണം ഈ ചുറ്റി നടത്തണം അരമണിക്കൂർ. ഈ അനീഷിന്റെ പിന്നാലെ ആര് പോയി കഴിഞ്ഞാലും അനീഷ് മൈൻഡും ചെയ്യത്തില്ല, ചുറ്റി നടക്കും. ഒരു ക്യാപ്റ്റൻ ആവേണ്ട ഒരു ക്വാളിറ്റിയും അനീഷിനില്ല. അനീഷ് ആ വീട് മൊത്തം ചുറ്റി നടന്ന് ഒന്നും മിണ്ടാതെ, പിന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും വേറെ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ വന്നപ്പോൾ അവരോടും മിണ്ടാതെയാണ് നിൽക്കുന്നത്. ഈ ടോപ്പിക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടി വഴക്കായി ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും അനീഷിനെതിരെയാണ്. ഷാനവാസ്, അഭിശ്രീ, പിന്നെ അപ്പാനി, നൂറ, ആദില, രേണു എല്ലാവരെയും എഗെയിൻസ്റ്റ് ആക്കി. പക്ഷേ എഗെയിൻസ്റ്റ് ആക്കിയതിപ്പോൾ കുറേ പേര് അവൻ്റെ മാസ്, അവനില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കുറേ കാണുന്നുണ്ട്. പക്ഷേ എല്ലാം കൊള്ളാം മക്കളെ, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അനീഷ് കാണിക്കുന്ന സാധനങ്ങൾ അനീഷിന് കുറച്ച് എന്താ പറയുക, ഈ പറയുന്നത് പോലെ ഒന്ന് പോയിന്റുകൾ വ്യക്തമാക്കി കൊടുക്കുക. നമ്മൾ ഈ പറയുന്ന എല്ലാ വേർഡ്സും നമുക്ക് മലയാളത്തിൽ പറയാനൊന്നും പറ്റത്തില്ല. ഇപ്പം തന്നെ ഞാൻ ഈ റിവ്യൂ പറയുന്നു അല്ലെങ്കിൽ അപ്ഡേറ്റ് പറയുന്നു, അതിനിടയ്ക്ക് എത്രയോ ഇംഗ്ലീഷ് വേർഡ് വരുന്നു. അനീഷ് ഇതൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. അനീഷിന് ഇതൊന്നും അറിയാൻ വേണ്ട എന്നുള്ള മൈൻഡാണ്. അങ്ങനെ വീട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അനുമോള് പിന്നാലെ നടക്കണം. ചേട്ടാ എന്തിന് ചേട്ടാ ഇങ്ങനെ നടക്കുന്നത്, എന്താ ചേട്ടാ, വാ ചേട്ടാ, മിണ്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞു അനുമോള് പിന്നാലെ നടക്കുകയാണ്. കുറച്ച് കഴിയുന്നു അപ്പാനി, അതുപോലെ അഭിശ്രീ, ഷാനവാസ്, ഇവർ 3 പേരുമാണ് ഇപ്പോഴത്തെ ഗ്രൂപ്പ്. നമുക്കത് അവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പാനിയുടെ മെയിൻ ലക്ഷ്യം, അപ്പാനിക്ക് വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അപ്പാനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് പറയാൻ ആ വീട്ടിൽ ആരുമില്ല. ഇന്നലെ രേണുസുതി പറഞ്ഞതല്ലാതെ അപ്പാനി പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പം 2 ദിവസം നമുക്ക് ജഡ്ജ് ചെയ്യാൻ അധികം സമയമൊന്നും ആയിട്ടില്ല. എന്നാലും ഈ പറഞ്ഞ അപ്പാനി അവിടെ പറയുന്നു ബാക്കിയുള്ളവർ അടിമകളാവുന്നു. അപ്പാനി പറയുന്നു ഇവനിട്ടെന്ന് 2 പൊട്ടിക്കണം, ഇവനിട്ട് 2 ഇവനൊന്ന് കളിയാക്കാനുള്ള ഒരു പാട്ട് പറ, അല്ലെങ്കിൽ ഇവനെ അങ്ങനെ പറ. ഓക്കെ, അനീഷ് ഈസ് നെഗറ്റീവ്. ആ വീട്ടുകാരുടെ ഇടയിൽ ഒരു എന്താ പറയുക, ആ ഒരു ബ്ലാക്ക് ഷീപ്പ് അനീഷ് തന്നെയാണ്. പക്ഷെ ആ സാധനം അപ്പാനി വളരെ കൃത്യമായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഒരറ്റത്തിരുന്ന് ഓരോരോ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു, അടിമകളെ പോലെ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ അപ്പാനി പറയുന്നത് നമ്മൾ കേൾക്കണോ, ഇവർ രാജാവാകുമോ എന്നൊരു ചിന്ത ഇവർക്ക് വരുന്നില്ല. ഈ അപ്പാനി എന്ത് ചെയ്യുന്നു, വീണ്ടും പോയി അനീഷിന്റെ കൂടെ വഴക്ക് കൂടുന്നു. എടാ നീ എന്റെ മുഖത്ത് നോക്കി പറയടാമോ, തീർന്നിട്ടില്ല അടി, ഇപ്പോഴും ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് വിഷയം. മലയാളം മാത്രമേ ഇവിടെ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോഴുണ്ട് ബിഗ് ബോസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു പാട്ടൊക്കെ വെച്ച് തന്നാലോ എന്നും പറഞ്ഞുകൊണ്ട് ജോണി മോനെ ജോണി വീണ്ടും അനീഷ് ഒന്ന് ആക്റ്റീവായി വരികയാണ്.
അടുത്ത് വീണ്ടും കിച്ചണിൽ പോകുന്നു, ഗോതമ്പ് മാവിന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തോ ഒരു ഇംഗ്ലീഷ് പേര് അതിന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല, അത് രണ്ടും ഇത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ വഴക്കാണ്. നമുക്ക് കാണുമ്പം ഭയങ്കര ഒരു നെഗറ്റിവിറ്റി എന്നുള്ള സാധനത്തിന് പുറമേട്ട് വിറപ്പിക്കലിന്റെ എക്സ്ട്രീം സാധനമാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അനീഷിന്റെ ഭാഗത്ത് നിന്നാണ്. ഒന്ന് കുറച്ച് അനീഷിന്റെ രണ്ട് സ്വഭാവം ഒഴിവാക്കിയാൽ മതി. റെപ്പിറ്റേഷൻ, ഒരു സാധനം 55 തവണ റിപ്പീറ്റും ചെയ്യും, രണ്ടാമത്തെ വീട്ടിൽ കറങ്ങി നടക്കും. ഇത് നമുക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ശരിയായാലും തെറ്റായാലും ഓപ്പോസിറ്റ് പറയണ്ടേ, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ അടി. ഇനി സൈഡിൽ കൂടെയൊക്കെ പല അടികളും നടക്കുന്നുണ്ട്. രേണുസുതി പോയിരുന്ന് വഴക്ക് കൂടുന്നുണ്ട് അനീഷിന്റെ കൂടെ. അനീഷാണ് ടാർഗറ്റ് എല്ലാവരെയും. അനീഷിന് കണ്ടന്റ് കൊടുക്കരുത് എന്നുള്ള സാധനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ അടി നടക്കുന്നതിനിടയിൽ കൂടി അനീഷ് പറയുന്നുണ്ട്, നീ സെലിബ്രിറ്റി അല്ലേ, അല്ല നിങ്ങളെല്ലാ സെലിബ്രിറ്റീസും കൂടെ ചേർന്ന് എന്നെ, കോമണറായ എന്നെ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, വലിച്ചിടുന്നു, എന്നെ ഉപദ്രവിക്കുന്നു. അപ്പാന് കളി, ആരടാ സെലിബ്രിറ്റി, നീ എന്നെയാണോടാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു പൊരിഞ്ഞ വഴക്കം നടക്കുവാണ്. പൊരിഞ്ഞ വഴക്കെന്ന് പറഞ്ഞാൽ ഒരു വർഷം മാത്രമേ ഉള്ളൂ. മറുവർഷം അനീഷ് ചുറ്റലാണ്, വീട് ചുറ്റലാണ്. ഇപ്പൊ വഴക്കുണ്ടാക്കാൻ പോകുന്നവരാണെങ്കിൽ കൂടി അനീഷിന്റെ കൂടെ വഴക്കൂടി നിന്ന് കുറച്ച് കഴിഞ്ഞ് തല കറങ്ങുവർ. കാരണം ഈ ചുറ്റലാണ് കിടന്ന് ഇതേ ചുറ്റൽ. ഇതിൻ്റെ ഇടയിൽ കൂടെ അനുമോൾ കിട്ടും, ഒന്ന് രണ്ട് താങ്ങൽ അപ്പാന് കൊടുക്കുന്നതിനോടെ ക്യൂട്ട്നെസ് കാണിച്ച് നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അനുമോൾക്ക് ചെറിയ രീതിക്ക് അത് പൊട്ടുന്നുണ്ട്. ഷാനവാസ് ആർക്കും അനീഷിനെ ഇഷ്ടമല്ല, മെയിൻലി അനീഷിനെ ആർക്കും ഇഷ്ടമല്ല. അനുമോള് മാത്രമാണ് ഇത്തിരി ഒരു സിമ്പതി അനീഷിൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. ചേട്ടാ എന്തിനു ചേട്ടാ, അപ്പൊ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ ബിന്നി ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറേ പോയിന്റ് വൈസായിട്ടുള്ള സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ബിന്നിയൊക്കെ അടുക്കളയിലോട്ട് ആയിപ്പോയി, അതാണ് അവരുടെ വിഷയം. ബിന്നിയൊക്കെ കിച്ചൺ ടീമിലായതുകൊണ്ട് ഇവർക്ക് അധികം ഇറങ്ങി വന്ന് സംസാരിക്കാനോ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനോ പറ്റുന്നില്ല. കാരണം ഇവർ അടുക്കളയിൽ പണിയെടുത്തോണ്ട് ഫുൾ ഈ 10-20 പേർക്ക് ആഹാരം വെക്കണ്ടേ. അവിടെ കിടക്കുന്നതുകൊണ്ട് അവിടെ കിടന്നുള്ള അലപ്പുകൾ മാത്രമേ ഉള്ളൂ. ബിന്നി, ഒനിയല്, സരിക ഇവരൊക്കെ അവിടെ ആയതുകൊണ്ട് ഒരു പരിപാടി നടക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇവരുടെയും കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഇപ്പൊ ഇതിനകത്ത് കണ്ടുവരാം. കാരണം ഫ്ലോർ ടീമും കിച്ചൺ ടീമും ബാത്റൂം ടീമും കൂടി ഇരുന്നാണ് അനീഷിന്റെ കൂടെ ഫ്ലോർ ടീം, വെസൽ ടീം, ബാത്റൂം ടീം, ഇവർ 3 പേരുടെ ഇരുന്നാണ് അനീഷിന്റെ കൂടെ വഴക്ക് കൂടുന്നത്. എല്ലാവരും അനീഷിന് അഗേൻസ്റ്റ് ആണ്, ആരും സപ്പോർട്ട് ഇല്ല. അക്ബറും ഇടയ്ക്ക് വന്നിട്ട് നല്ല താങ്കൾ കൊടുക്കുന്നുണ്ട്. ആദ്യം അക്ബറൊക്കെ അനീഷിന്റെ ഒരു പ്രശ്നം, മര്യാദയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് ഒന്നും മിണ്ടാതെ അനീഷിന്റെ ഗെയിം ആയിരിക്കും. പക്ഷെ അത് പൊളിഞ്ഞ സ്ട്രാറ്റജിയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചു പോയ സ്ട്രാറ്റജിയാണത്. അതിനി ആര് യൂസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അനീഷ് അതിൽ തന്നെയാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. അത് മാറിയില്ലെങ്കിൽ അനീഷിന് തന്നെ വിനയാവും, നെഗറ്റീവ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഫ്ലോർ ടീം, ബാത്റൂം ടീം, പിന്നെ വെസൽ ടീം, ഇവർ 3 പേരും ഈ 3 ടീമുകളും അനീഷിന് അഗെയിൻസ്റ്റ് ആണ്. പക്ഷേ കിച്ചൺ ടീമിന് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അനീഷിനോട് വഴക്കൂടാനായാലും അനീഷ് കിച്ചണിൽ പോയി ഹെൽപ്പ് ചെയ്യുന്നു. അവർ അങ്ങനെ സംബന്ധമായ കാര്യങ്ങൾ പറയാനുള്ള വേറെ ഒന്നും അവിടെ പറയാനുള്ള സ്പേസ് ഇല്ല, അവർക്ക് സമയവും ഇല്ല. പക്ഷെ ബിന്നിയൊക്കെ ഇപ്പുറത്തെ ടീമിൽ വരണം. അതിനകത്ത് വിവരവും വെള്ളിയാഴ്ച ഉള്ളവർ, ആ കിച്ചൺ ടീമിനകത്ത് വിവരവും വെള്ളിയാഴ്ച ഉള്ള കാര്യം സംസാരിക്കാൻ അറിയാവുന്നതും സംസാരിക്കുന്നതും പുള്ളിക്കാർ തന്നെ പറഞ്ഞു, എൻ്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട്, ഞാൻ പറയുന്നത് അത്ര വലിയ ഓപ്പൺ ആയിട്ട് വരത്തില്ല എന്ന്. പക്ഷെ എന്നാലും കാര്യം അറിയാം ഈ പുള്ളിക്കാരിക്ക്, വരുന്നില്ല പുറത്തേക്ക്. ഈ ടീം പിരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് ബിന്നി ഇരുന്ന് മാത്രം കിട്ടണം. ബിന്നി ഇന്നലെ ചുമ്മാ ഇരുന്ന സമയത്തൊക്കെ കുറേ വിളിച്ചുകാരി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ലൈവിനകത്ത് ഇപ്പോൾ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം എല്ലാവരും നേരത്തെ കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോഴേ അടിയാണ്. മോർണിംഗ് സോങ് വന്നതിന് ശേഷം അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകൾ അടുത്തിനി ലൈവ് കാണാത്തവർക്കായിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ടേൺ ഓൺ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസേ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.